താപസന്നൂർ എന്നാണ്. താപസന്നൂർ എന്ന് പറഞ്ഞാൽ അറിയാലോ, താപസികൾ തപസ് ചെയ്തിരുന്ന ഒരു പ്രദേശം, വനപ്രദേശം. കുറച്ചും കൂടെ പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ ഈ ഒരു പ്രദേശത്തിന്റെ പേര് നരിപ്പറമ്പ് എന്നാണ്. അപ്പൊ ഇത് വനപ്രദേശമാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടാനുള്ള ഒരു സ്ഥലനാമത്തിന്റെ പേര് കൂടിയാണ്, സ്ഥലനാമവും കൂടിയാണ് നരിപ്പറമ്പ്. നരി ഉണ്ടാവുന്ന കാട്ടിലാണ്, വനത്തിലാണ്. താപസന്നൂരാണ്. നേരെ തൊട്ടപ്പുറത്ത് പോയ അവിടുത്തെ സ്ഥലത്തിന്റെ പേര് കാടഞ്ചേരി എന്നാണ്. കാടഞ്ചേരി എന്ന് പറഞ്ഞാൽ കാട്ടുനിവാസികൾ വസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇത് പൂർണ്ണമായിട്ടും വനമേഖലയായിരുന്നു. ഈ വനമേഖലയായിരുന്ന ഈ സ്ഥലത്തിന്റെ പഴയകാല പേര് ഗോവർദ്ധനപുരം എന്നായിരുന്നു. ഈ ഗോവർദ്ധനപുരത്തിന്റെ രാജ്യ അതിർത്തി എന്ന് പറയുന്നത് പൊന്നാനി മുതൽ ഗുരുവായൂർ വരെയാണ്. ഇവിടെ ഭരിച്ചിരുന്നത് തിരുമനശ്ശേരി എന്ന പേരുള്ള തിരുമശ്ശേരി നമ്പൂതിരിമാരാണ്. നമ്പൂതിരി രാജാക്കന്മാർ വളരെ കുറവായിരുന്നു നമ്മുടെ കേരളത്തിൽ. നേരെ അപ്പുറം ഇവിടെയാണ് ബ്രഹ്മാവിൻ്റെയും ശിവന്റെയും ക്ഷേത്രമുള്ളത്. ബ്രഹ്മാവിൻ്റെ 4 മുഖത്തോടു കൂടിയ ലോകത്തെ ഏക ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമാണത്. നമുക്ക് ക്ഷേത്രങ്ങൾക്കൊക്കെ ഊരാളന്മാരുണ്ടാവും, ഉടമസ്ഥന്മാരുണ്ടാവും, രക്ഷിതാക്കന്മാരുണ്ടാവും. എന്നാൽ കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ഊരാളിനില്ലാത്ത ഏക ക്ഷേത്രമാണത്. ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ല് പോലും വരുന്ന ബ്രഹ്മാവിൻ്റെ പേരിലാണ്. ഇല്ല, കാരണം സൃഷ്ടിയുടെ ദേവനാണ്. അതിലപ്പുറം വേറെണ്ട. ഇത് ശിവക്ഷേത്രമാണ്. അതിന്റെ അപ്പുറത്ത് നവാമൂർത്ത ക്ഷേത്രമാണ്. ഇതിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പരശുരാമൻ ഒരു യാഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അത് ബ്രഹ്മദേവനോട് പറഞ്ഞൊരു യാഗം നടത്താൻ വേണ്ടിയിട്ട് ആനമുടിയിൽ വെച്ചായിരുന്നു ഈ യാഗം. ആ യാഗത്തിന് യജമാന പത്നിയായി ഇരിക്കാൻ വേണ്ടി സരസ്വതി ദേവിയാണ് നിശ്ചയിച്ചത്. സരസ്വതി, അത് ഐതിഹ്യമാണ് കേട്ടോ. സംഘകാല രചനകളായിട്ടുള്ള ദിവ്യപ്രബന്ധം ഉൾപ്പെടെയുള്ള സംഘകാല രചനകളിലാണ് ഇതുള്ളത്. യാഗത്തിന്റെ സമയത്ത് സരസ്വതി ദേവി വന്നില്ല. ഈ സമയത്ത് ഗായത്രി ദേവിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ സരസ്വതി ദേവിക്ക് പകരം ഗായത്രി ദേവിയെ യജമാന പത്നിയാക്കി ബ്രഹ്മാവ് യാഗം നടത്തിക്കൊണ്ടിരിക്കുക. ഈ സമയത്താണ് സരസ്വതി ദേവി അവിടെ എത്തുന്നത്. അപ്പൊ സരസ്വതി ദേവിക്ക് തോന്നി തന്നെ അപമാനിച്ചു, താൻ അപമാനിക്കപ്പെട്ടു എന്നൊരു തോന്നലുണ്ടായി. ദേവി ഗായത്രി ദേവിയെ ശപിച്ചു. എന്നാൽ ഗായത്രി ദേവി കൂടി കൂട്ടുനിന്നു എന്നൊരു സംശയം ഉണ്ടായിട്ടുണ്ട്. ദേവി ഒരു നദിയായി തീരട്ടെ എന്ന് പറഞ്ഞു. അന്ന് ഈ പുഴയൊന്നുമില്ല. ദേവിയാണെങ്കിൽ തിരിച്ചും ശപിച്ചു. ഒന്നും അറിയില്ല. ഒരാൾ വന്ന് നേരെ വന്ന് ശപിക്കുക, നദിയായി തീരട്ടെ. ആരും സമ്മതിക്കുമോ? തിരിച്ചു പറഞ്ഞ ദേവി ഒരു നദിയായി തീരട്ടെ. ഇതോടുകൂടി യാഗം മുടങ്ങുക. യാഗം മുടങ്ങിയപ്പോൾ ദേവന്മാരും ഋഷീശ്വരന്മാരും എല്ലാവരും ചേർന്ന് ഈ യാഗത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചു. അങ്ങനെ 2 പേരും അവരുടെ അംശങ്ങൾ നദിയായി ഒഴുകാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ നദിയുടെ ഉത്ഭവം എന്നാണ് സംഘകാല രചനകളിൽ പറയുന്ന ഐതിഹ്യമാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ദേവപത്നിമാരായ ശചി തുടങ്ങിയ ദേവപത്നിമാർ ഉപനദികളായി ഒഴുകാനും തീരുമാനിച്ചു. അങ്ങനെ ഇതിലെ ഭാരതപ്പുഴ എന്ന് പറയുന്ന ഈ പുഴയുടെ പല ഭാഗത്തു നിന്നും വരുന്ന ഉപനദികൾ, പോഷക നദികൾ ദേവപത്നിമാരാണ് എന്നാണ് വിശ്വാസം. ശചി തുടങ്ങിയ ദേവപത്നിമാർ. ആ കാലഘട്ടത്തിൽ ഭാരതപ്പുഴയ്ക്ക് ഭാരതപ്പുഴ എന്നുള്ള പേരുണ്ടായിരുന്നില്ല. പ്രതിജി എന്നും പേരാർ എന്നും പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഭാരതപ്പുഴ എന്ന പേരുണ്ടായിരുന്നില്ല. പിന്നീടാണ് അവിടെ മുടങ്ങിയ യാഗം താപസന്നൂരിൽ നടത്താൻ തീരുമാനിക്കുന്നത്. അതായത് ഇവിടെ ഈ താപസന്നൂരിൽ നടത്താൻ തീരുമാനിക്കുന്നത്. ഇന്ന് ബ്രഹ്മദേവന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തായിരുന്നു യാഗകുണ്ഠം. ആ ഭൂമി കിടക്കുന്ന പുഴയിലാണ്. ആ ക്ഷേത്രഭൂമി, ആ ശ്രീകോവിലുമൊക്കെ കിടക്കുന്നത് പുഴയിലാണ്. ഒരു ഉടമസ്ഥതയിലില്ല. യാഗം 28 ദിവസമായിരുന്നു. മാഘമാസത്തിൽ 28 ദിവസമായിരുന്നു യാഗം കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി. ഈ 28 ദിവസവും യാഗത്തിന്റെ സവിശേഷത കാരണം ഗംഗ തുടങ്ങിയ പുണ്യനദികളുടെ പ്രവാഹം ഈ നദിയിലുണ്ടായി എന്ന് പരശുരാമൻ തിരിച്ചറിഞ്ഞ പരശുരാമൻ പറഞ്ഞു, ഭാരതത്തിൽ മറ്റൊരു നദിക്കും അവകാശപ്പെടാനില്ലാത്ത സവിശേഷത ഈ നദിക്കുണ്ട്. അതുകൊണ്ട് ഈ നദിയുടെ ഉത്സവം ആഘോഷിക്കണമെന്ന് പരശുരാമൻ ത്രേതായുഗത്തിൽ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അതെ. അപ്പൊ ഭാരതത്തിൽ മറ്റൊരു നദിക്കും അവകാശപ്പെടാനില്ലാത്ത ആ സവിശേഷത കാരണം പ്രതീജി എന്നും പേരാറെന്നും പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ നദി ഭാരതത്തിന്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ത്രേതായുഗ കാലം മുതൽ. മനസ്സിലായി? അങ്ങനെയാണ് ഇത് ഭാരതപ്പുഴ എന്ന പേര് വരുന്നത്. അങ്ങനെ ആരും നടത്താതെ എല്ലാവരും പല ഭാഗത്തുനിന്നും വരും ആളുകൾ സ്നാനം ചെയ്ത് പോവും. ഇതിന് ഒരു നടത്തിപ്പിന്റെ സ്വഭാവം വരുന്നത് BC 113 നമ്മുടെ ചേരമാൻ പെരുമാളിനെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് വാൾനമ്പിമാരെയായിരുന്നു തെരഞ്ഞെടുക്കുന്നത്. വാൾനമ്പി സ്ഥാനം, അത് ചേരമാൻ പെരുമാൾ എന്ന ആ സ്ഥാനപ്പേരിന് തൊട്ടു മുന്നിൽ വാൾനമ്പിയായിരുന്നു. അത് നമ്പൂതിരി ഭരണ സംവിധാനത്തിലെ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുക എന്ന ആ നേതാവിൻ്റെ പേരാണ് വാൾനമ്പി. ഇവിടെ തന്നെ ഒരു മനയുണ്ട്, വെള്ളമന എന്ന് പറയും. ആ വെള്ളമനയിലുള്ള ആളൊക്കെയാണ് ഇതിന് ചുമതല ഉണ്ടായിരുന്നത്. നമ്മൾ നേരെ പിന്നിൽ കാണുന്ന, നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു പറമ്പിൻ്റെ പേര് വാൽപ്പറമ്പ് എന്നാണ്. വാൾപ്പറമ്പ് എന്നാണ് യഥാർത്ഥ പേര്.
വാൾനമ്പിയെ തെരഞ്ഞെടുത്തിരുന്ന സ്ഥലമാണ്. വാൾനമ്പിയുടെ കാലാവധി 3 വർഷവും, ആദ്യം 3 വർഷവും പിന്നെ 5 വർഷവുമായിരുന്നു. ഈ വാൾനമ്പി തെരഞ്ഞെടുപ്പ് മുഴുവൻ നടന്നിരുന്നത് ഈ മാഘമാസത്തിലാണ്. അപ്പോൾ ഈ സമയത്ത് ഭാരതപ്പുഴയുടെ ഈ നദിയുടെ ഉത്സവം നടത്തിയിരുന്നു വാൾനമ്പിമാർ BC 113 മുതൽ. അപ്പോൾ ആരും നടത്താതെ ഈ നമ്പി തെരഞ്ഞെടുപ്പില്ലാത്ത കാലത്ത് ആളുകൾ വന്ന് സ്നാനം ചെയ്തു പോകും. മറ്റു സമയങ്ങളിൽ ഇവർ നേതൃത്വം കൊടുക്കും. പിന്നെയാണ് ചെയർമാൻ പെരുമാക്കന്മാരുടെ തെരഞ്ഞെടുപ്പ് വരുന്നത്. 12 വർഷമാണല്ലോ പെരുമാക്കന്മാരുടെ കാലാവധി. 12ാമത്തെ വർഷം പെരുമാക്കന്മാർ ഇത് നടത്തും. 11 വർഷവും ആരും നടത്താതെ ഈ ഉത്സവം സാധാരണഗതിയിൽ വന്ന് ഇപ്പൊ ഭാവിയിൽ അങ്ങനെ ആയിക്കൂടെ ഇല്ല. ഇത് നടത്തിപ്പൊന്നും ആവശ്യമൊന്നുമില്ല. മഹാമണ്ഡലേശ്വരം അവരൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളങ്ങ് വന്ന് സ്നാനം ചെയ്ത് പോകുന്ന തരത്തിലേക്ക് ഈ സംഭവം മാറാൻ വേണ്ടി പോവുകയാണോ? അപ്പൊ ഇതിന്റെ നടത്തിപ്പിന്റെ സ്വഭാവത്തിലേക്ക് അല്ലാത്ത തരത്തിൽ തന്നെ ഇത് മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പോ അങ്ങനെ അല്ല, ഞാൻ എന്തോന്ന് നടത്തിപ്പിന്റെ സ്വഭാവം വന്നത് അത് ഒടുവില് പെരുമാൾ എന്ന് പറയുന്നത് പെരുമാള് കൊച്ചി രാജവംശജനായിട്ടുള്ള തൃപ്പൂണിത്തുറയിലെ രാമവർമ്മയാണ്. രാമവർമ്മ 24 വർഷം പെരുമാളായിട്ട് ഇരുന്നിട്ടുണ്ട്. 24 വർഷം അദ്ദേഹം 2 മാമാങ്കം നടത്തി. മാമാങ്കം എന്ന പേരിലും മഹാമകം എന്ന പേരിലും മാഘമകം എന്ന പേരിലും അറിയിക്കും. മഹാമാഘമല്ല, മാഘമകം എന്നാണ് യഥാർത്ഥ പേര്. ഇതിന് മാഘമക മഹോത്സവം. മാഘമാസത്തിൽ മകം വരെയുള്ള 28 ദിവസം തുടർച്ചയായി ഇതിന്റെ ഉത്സവം ആഘോഷിക്കും. മകം നക്ഷത്രം, മകം എന്നുള്ളത് നമ്മള് മകം മലയാളം കായാണ്, പക്ഷെ നഖത്തിന്റെ ഖ ആണ് യഥാർത്ഥത്തിൽ വേണ്ടത്. മകം എന്നാൽ അത് കൂടിച്ചേരൽ, മഹാമകം വലിയ കൂടിച്ചേരൽ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മളൊക്കെ മാഘമകം എന്ന രീതിയിലാണ് മകത്തിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട്. മകനക്ഷത്രം ദേവിയുടെ കൂടെ ഒരു നക്ഷത്രം, ആ ഒരു ചോറ്റാനിക്കര മകം എന്നുള്ള കിട്ടില്ലേ, അപ്പൊ ആ ഒരു മകത്തിന് അങ്ങനെയാണ് നമ്മൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും നമ്മുടെ സാമൂതിരിക്ക് വരുന്നതാണ് പിന്നെ വരുന്നത് ഈ ചേരമാൻ പെരുമാള്. അദ്ദേഹം സുന്ദരമൂർത്തി സ്വാമികൾ എന്ന പേര്. ചേരമാൻ പെരുമാള് ഒടുവിൽ രാജഭാരമെല്ലാം ഉപേക്ഷിച്ച് സുന്ദരമൂർത്തി സ്വാമികൾ, സന്യാസം സ്വീകരിച്ച സുന്ദരമൂർത്തി സ്വാമികൾ എന്ന പേരിൽ ആണ് ശേഷിച്ച കാലം കഴിയുന്നത്. ഈ ഒരു സമയത്ത് രാജഭാരമെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം വള്ളുവനാട് രാജാവിന്, വള്ളുവക്കോനാതിരിക്കാണ് ഈ മാമാങ്കം നടത്താനുള്ള, മാഘമകം നടത്താനുള്ള അധികാരം കൊടുക്കുന്നത്. അദ്ദേഹം 100 വർഷമാണ് ഈ ഭാരതപ്പുഴ ഉത്സവം ആഘോഷിച്ചത്. 100 വർഷം എന്ന് പറഞ്ഞ് 8 മാമാങ്കമാണ് നടത്തിയത്. 12 വർഷം മുമ്പ് 8 മാമാങ്കം. ഈ സമയത്ത് ഒരു മാമാങ്ക കാലത്ത്, ഒരു മാമാങ്കത്തിന് തൊട്ട് മുമ്പ് വള്ളുവനാട് രാജാവിന്റെ പരിധിയായിരുന്നത്. അത് വള്ളുവനാട് രാജാവ് നമ്മൾ ഈ നിൽക്കുന്ന ഗോവർദ്ധനപുരം ആക്രമിക്കാൻ വേണ്ടി പോകുന്നു എന്ന് സാമൂതിരി രാജാവിനോട് പരാതിപ്പെടുകയാണ്. സാമൂതിരി രാജാവിനോട് രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ സാമൂതിരി രാജാവും കുറേ സൈന്യവും ചേർന്ന് പൊന്നാനിയിൽ വന്ന് അവിടെ ഒരു തൃക്കാവ് കോവിലകം ഉണ്ടായി. തൃക്കാവ് ക്ഷേത്രത്തിനടുത്തൊരു കോവിലകം ഉണ്ടായിരുന്നു. ആ കോവിലകത്ത് താമസിക്കാം സൈന്യ സമേതം. അപ്പൊ ഈ തിരുമനശ്ശേരി രാജാവാകട്ടെ ആ രാജാവാണ് എന്നതെല്ലാം ഒഴിവാക്കി തന്റെ എല്ലാ അധികാരങ്ങളും ഇദ്ദേഹത്തിന്റെ കാൽക്കീഴിൽ സമർപ്പിക്കുക. സാമൂതിരി എന്ത് പറയുന്നുവോ ആ പറയുന്നത് ചെയ്തു കൊടുക്കാനുള്ള ഒരു അജ്ഞാനവൃത്തിയായി മാത്രം ഇദ്ദേഹം മാറുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് വള്ളൂർ കോനാതിരി ഇവിടെ ഭാരതപ്പുഴ ഉത്സവം, മാഘമക മഹോത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത്, മാമാങ്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമൂതിരി പറഞ്ഞു അത് നടത്താനുള്ള അധികാരം എനിക്ക് വേണം. തുടർന്ന് തിരുമനശ്ശേരി രാജാവ് തന്റെ സൈന്യത്തോടു കൂടി വന്ന് ചാത്തിര സംഘം എന്ന് പറയാം. ചാത്തിര സംഘം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാരുടെ സൈന്യം. അവരിവിടുന്ന് പുഴ കടന്ന് അവിടെ പോയി വള്ളൂർ കോനാതിരിയെ വധിച്ച് സാമൂതിരിക്ക് ഈ മാമാങ്കം നടത്താനുള്ള അധികാരം സ്ഥാപിച്ചു കൊടുക്കുകയാണ്. നമുക്ക് അറിയാവുന്ന ചരിത്രം അത് മുതൽക്കാണ്. അതുവരെയുള്ള ചരിത്രം നമുക്ക് അറിയില്ല. മനസ്സിലായോ? അതിനുശേഷം പിന്നെ സാമൂതിരിയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ വള്ളുവ നാട്ടുകാർക്ക് ഇതൊരു അഭിമാനക്ഷതമായി. നമ്മുടെ രാജാവിനെ വധിച്ചിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോ ആ സാമൂതിരിയെ വധിച്ച് ഈ അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി അവര് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ചാവേറുകൾ വരുന്നത്. അങ്ങനെയാണ് ഈ പവിത്രമായ ഉത്സവം രക്തപങ്കിലമായി തീരുന്നത്. സാമൂതിരിയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിളാസ്നാനം നടത്താൻ വേണ്ടി വരികയാണ്, ഭാരതപ്പുഴയുടെ ഉത്സവം പരിപാലിക്കാൻ വരികയാണെന്ന് അദ്ദേഹം എഴുതി കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് ഇതിന്റെ എഴുതി കൊടുത്തതിന്റെ കൈപ്പീത്ത് വളരെ കൃത്യമായി രേഖ ഇന്നുമുണ്ട്. നമ്മളിപ്പോൾ ഈ പാലമുണ്ട് ഇവിടുന്ന് അപ്പുറം,
ആ പാലത്തിന്റെ മറ്റേ അറ്റം വരുന്ന സ്ഥലത്താണ് സാമൂതിരിക്ക് നീരാട്ട് കുളിപ്പന്തൽ ഉയർത്തുന്നത്. മനസ്സിലായോ? നീരാട്ട് കുളിപ്പന്തൽ ഉയർത്തുന്നതിന് ചെലവും കാര്യങ്ങളൊക്കെ കണക്കെഴുത്തിലൊക്കെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ ചരിത്രത്തിൽ പറയുന്നത് AD 1755 ഇത് നിലച്ചതെന്ന. പക്ഷെ ഇവിടെ പലരും പറയുന്നത് ബ്രിട്ടീഷുകാരാണ് ഇത് നിരോധിച്ചതെന്നാണ്. ബ്രിട്ടീഷുകാരെ നിരോധിച്ചതല്ല, സ്വമേധയാ സാമൂതിരിമാർ ഇത് നടത്താതെ പോയതാണ്. 1766 ഒടുവിലെ മാമാങ്കം നടന്നത്. അത് മൈസൂരിന്റെ അധിനിവേശ കാലത്ത്, ഹൈദരാലിയുടെ പടയോട്ടക്കാലത്താണ് ഇത് നിലച്ചു പോകുന്നത്. അത് മൈസൂർ അധിനിവേശ കാലത്ത് നിലക്കുന്നത്, ബ്രിട്ടീഷ് ഭരണത്തിലല്ല. നമ്മളിപ്പോൾ അദ്ദേഹമൊക്കെ പറയുന്നത്, മഹാമണ്ഡലേശ്വരൊക്കെ പറയുന്നത് ബ്രിട്ടീഷ് അധിനിവേശത്തിലല്ല. 1766 കൃത്യമായി ഒരു മാമാങ്കം നടന്ന 9ാമത്തെ ദിവസമാണ്. ഒരു മാമാങ്കം നടന്ന 9ാമത്തെ ദിവസമാണ് ഹൈദരാലിയുമായി സന്ധിക്ക് വേണ്ടി ഒരു സാമൂതിരി പോകുന്നത് കുറുമ്പനാട്ടേക്ക്. കോട്ടയം, അവിടെ ഒരു കോട്ടയമുണ്ട്. അവിടുന്നാണ് അദ്ദേഹത്തിനെ പിടിച്ചു കെട്ടി കോവിലകത്ത് കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചമാരി ഇരിക്കുകയും അദ്ദേഹം അമ്പാടി കോവിലകത്ത് വെച്ച് വെടിമരുന്നിന് തീ കൊടുത്ത് മരിക്കുകയാണ്. അതോടുകൂടി ഇത് നിൽക്കുന്ന, അല്ലാതെ ബ്രിട്ടീഷുകാരോ വൃത്തിയൊന്നുമല്ല. മനസ്സിലായോ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശേഷം ഇത് ആരും അറിയാതെ പോയി. ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല, ആരും രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയാണ് 2014-15 കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തുന്നത്. ഇവിടെ നിലപാട് തറ എന്ന പേരിലൊരു തറയുണ്ട്. സാമൂതിരി നിലപാട് നിന്നിരുന്നതാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ചരിത്രകാരന്മാരല്ല, ഗവൺമെന്റും പുരാവസ്തു വകുപ്പും പറയുന്നത് അത് ഏറ്റെടുത്ത് സംരക്ഷിച്ചു വരുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിലെ 108 മഹാശിവാലയങ്ങളിൽ ഒന്നായ തിരുനാവായ തളി മഹാദേവ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തറയും തീർത്ഥക്കിണറും വളച്ചുകെട്ടി ഒരു തറയുണ്ടാക്കി. ആ തറയിലാണ് സാമൂതിരി നിലപാട് നിന്നിരുന്നത് എന്ന് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇവിടെയുള്ള ഭൂമാഫിയെ സംരക്ഷിക്കാൻ സർക്കാരും രാഷ്ട്രീയക്കാരും കൂട്ടുനിന്നുകൊണ്ട് 8 ഏക്കർ ഭൂമി കയ്യേറിയതാണ് സംഭവം. അതിന്റെ മീതെ നിങ്ങൾക്ക് ഇപ്പോഴും ചെന്നാൽ കാണാം വട്ടത്തിലുള്ള പീഠവും. ഹൈദരാലി അടിച്ചു പൊളിച്ച ജൂൺ മാസത്തിൽ 1766 ജൂൺ മാസത്തിലാണ് ഹൈദരാലി ആ ക്ഷേത്രം തകർക്കുന്നത്. അതിൽ ശിവലിംഗം 6 അടി ഉയരമുണ്ടായിരുന്ന ശിവലിംഗത്തിന്റെ പാതി ഭാഗവും ആ ഇതിൽ കാണാം. നേരെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ തീർത്ഥക്കിണറും വളച്ചു കിട്ടിയിട്ട്. അതിനെതിരെ ഞാൻ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ട് നിലവിലുണ്ട്. 2021 ഈ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് കേസ് ഫയൽ ചെയ്തത്. 2021 കേസ് ഫയൽ ചെയ്ത് നിൽക്കുന്നുണ്ട്. നിലപാട് തറയല്ല എന്ന് തന്നെ പറയും. അങ്ങനെ ആ സമയത്താണ് ഈ മാമാങ്കത്തിനെ കുറിച്ച്, എന്താണ് മാമാങ്കം, ഞാനും പഠിച്ചത് ഇങ്ങനെയാണ്. ആ പഠനത്തിലാണ് ഇത് മാമാങ്കം എന്ന് പറയുന്നത് വെട്ടിമരിക്കാവുന്ന മാമാങ്കമല്ല, യഥാർത്ഥത്തിൽ നദിയുടെ ഉത്സവമാണ്. കുംഭമേളയ്ക്ക് സമാനമായി, കുംഭമേളയ്ക്ക് സമാനമായ ഉത്സവമാണെന്ന് കണ്ടെത്തുന്നത്. അത് കണ്ടെത്തുന്നത് 2016 14-15 ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്നത്. 2016 ഈ നദിയുടെ ഉത്സവം തിരിച്ചു കൊണ്ടുവരാൻ ഒരു ആഗ്രഹം ചെറിയ ബുദ്ധിയിൽ തോന്നുകയാണ്. ഇത് തിരിച്ചു കൊണ്ടുവന്നാൽ ഈ നാടിന്റെ ഡെവലപ്മെന്റ് ഏത് വിധത്തിലാകും, കുംഭമേളയൊക്കെ നടക്കുന്നത് പോലെ ആ പ്രദേശമൊക്കെ നന്നാവുമല്ലോ എന്ന് കരുതി 2016 22 ആളെ വെച്ചാണ് ഇത് തുടങ്ങുന്നത്. ആരും സഹായിക്കാനും സഹകരിക്കാനും ഉണ്ടായിരുന്നില്ല, വെറും 22 ആള്. കുമ്മനം രാജശേഖരൻ, അദ്ദേഹം നല്ല ബന്ധമാണ് ഞാനായിട്ട്. അദ്ദേഹം വന്നു, അതെ, അദ്ദേഹം തിരുനാവായയിലാണ്. അദ്ദേഹം പുഷ്പാർച്ചന നടത്തിയിട്ടാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. 2017 ഇത് തുടർച്ചയായിട്ട് കൊണ്ടുപോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും ഞാനിതൊരു പുതിയ ചരിത്രം കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കേണ്ടവർ പോലും കൂടെ നിൽക്കാതെ എനിക്ക് ഭ്രാന്താണ് എന്ന് വരെ പ്രചരിപ്പിച്ചു. ഞാൻ ഭ്രാന്തനാണെന്ന് പ്രചരിപ്പിച്ചു. ആരും തയ്യാറായില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കം കിട്ടുന്നില്ല. ഇത് എല്ലാ വർഷവും നടത്തണം. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതൊരു വലിയ കുംഭമേള തരത്തിൽ, കാരണം ഞാൻ പലപ്പോഴും പോസ്റ്റ് ഇടാറുണ്ട്. കഴിഞ്ഞ കൊല്ലം കൂടെ പോസ്റ്റ് ഇട്ട്, ഇന്ന് കാണുന്ന രീതിയിൽ ആരതി കൊഴിയുന്ന പോസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ എനിക്ക് കാണാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു ഈശ്വരൻ്റെ ഒരു കാരണം. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ കാണാൻ കൂടെ എനിക്ക് സാധിച്ചത്. 2017 ഡിസംബർ മാസത്തിൽ ഞാൻ ചിദാനന്ദപുരി സ്വാമികളോടാണ് ഈ ഒരു ആശയം പങ്കുവെച്ചത്. ആദ്യം രാത്രി ഒരു 9 മണിക്ക് എനിക്ക് ഉറക്കം കിട്ടുകയല്ല. എനിക്കിത് ചെയ്തേ പറ്റൂ എന്നൊരു എനിക്കറിയില്ല. അപ്പം അദ്ദേഹം പറയുകയാണ്, എപ്പോഴാണോ അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നില്ല, അപ്പോൾ പറഞ്ഞു എപ്പോഴാണോ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആശയം രൂപപ്പെട്ടത്, കേരളത്തിന്റെ ഭാഗ്യജാതകം തുറന്നു എന്നാണ് ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കൂടെ അദ്ദേഹം ചാനലിൽ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ആരോടാ പറയുക? പിന്നെയാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് നമുക്ക് മാതാ അമൃതാനന്ദമയി അമ്മയോട് പറയാം. അങ്ങനെ 2ാമത്തെ ദിവസം മാതാ അമൃതാനന്ദമയി അമ്മയെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. 12 മിനിറ്റ് അമ്മ ദർശനം നിർത്തിവെച്ചു. ഇത് 2017 കേൾക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കേട്ടതിന് ശേഷം ഒരു ആപ്പിൾ വന്നിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് തുടങ്ങിക്കോളും, കൂടെ ഞാനുണ്ടോ. അപ്പോൾ അവിടെ സ്ഥിരം ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. അതിൽ അമ്മ മുഖ്യരക്ഷാധികാരി ആവണമെന്ന് പറഞ്ഞു എന്നോട് ചോദിക്കേണ്ട വെച്ചോളൂ എന്ന് അമ്മയോട് വെച്ച് പറയാം. എത്രയോ ഒരു ഇത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മഹാകവി അക്കിത്തത്തിനെ കണ്ടു. അക്കിത്തം വളരെ പോസിറ്റീവായിരുന്നു.
നമ്മളെ ഇപ്പോൾ ഉള്ള അമ്മ അതുല്യാമൃത പ്രാണാജിയെ കണ്ടു. ഞങ്ങൾ രണ്ടുപേരും 1.5 മണിക്കൂർ സംസാരിച്ചു. ഇത് എങ്ങനെ രീതിയിലാവണം എന്ന് പോലും ഞങ്ങൾ ഏതാണ്ട് രൂപം ഉണ്ടായി. അപ്പം നമുക്ക് പല ഹിന്ദു സംഘടനകളുണ്ട്, പല തരത്തിലുള്ള ജാതീയ സംഘടനകളുണ്ട്. അവരെല്ലാവരും അവരുടെ പ്ലാറ്റ്ഫോമിലാണ് അവരുടെ വർക്ക് നടക്കുന്നത്. ഇവരെല്ലാവരും ഒരു ദിവസം 1-2 ദിവസം ഭാരതപ്പുഴയിൽ ഒന്നിച്ച് നിൽക്കുക, ഒന്നിച്ചൊരു തീരുമാനമെടുക്കുക. നിങ്ങൾ പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്തോളൂ. പക്ഷെ അതേസമയം നമ്മൾ ഒന്നിച്ചിരിക്കണം, ആ ഒരുമ വരണം എന്നുള്ള ആ ഒരു ആശയം കൂട്ടിലാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ധാരണയിലെത്തിയിരുന്നു, ഞാനും അമ്മയും. എന്നാൽ നമുക്ക് തുടങ്ങാം എന്ന് വിചാരിച്ച് 2018 നമ്മൾ ഇവിടെ വീണ്ടും തുടങ്ങുകയാണ്. 39 സ്വാമിമാരാണ് വന്നത്. പിന്നെ 2019 നമുക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവുന്നത്. അങ്ങനെ 2019 മുതൽ 2 കരകളിലും ഇത് നടന്നു വരുന്നുണ്ട്. 100 കണക്കിന് സന്യാസിമാർ വരാറുണ്ട്. ഓറൽ ഹിസ്റ്ററി റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ 2023 വരെ കഴിഞ്ഞ കൊല്ലം വരെ 2 കരകളിലും ഈ രീതിയിൽ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടും വളരെ ശ്രേഷ്ഠമായ ഒരു സ്ഥലത്താണ് ഈ മാഘമക മഹോത്സവം നടക്കുന്നത്. ഇപ്പം ഇവിടെയും നാളെ നമുക്ക് വലിയ പരിപാടിയാണ്. 25-ാം തീയതി മുതൽ അവിടെ നടക്കുന്ന അതേ സാധനം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. 2 സ്ഥലത്ത് നദീപൂജ, ഇവിടെയും ആരതിയൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ 2 കരകളിലും 10 വർഷമായി നടന്നു വരുന്നതാണ്. അല്ലാതെ ഇത് വിഘടിച്ച് നിന്നതല്ല. അങ്ങനെ ഒരു ചിന്ത പലർക്കും ഉണ്ട്. ആ ചിന്ത ശരിയുമല്ല. ഇനി നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ശ്രീചക്രഭാവമാണ്. നമ്മൾ ശ്രീചക്രഭാവം വരുമ്പോൾ മധ്യ ഭാരതപ്പുഴ ഒഴുകുന്നത് കൊണ്ട് ശക്തമായ ദേവീ സാന്നിധ്യം, ചൈതന്യം, പരാശക്തിയുടെ ചൈതന്യം ഇവിടെയുണ്ട്. ഇത് ഭാരതത്തിൽ വേറെ എവിടെയില്ല, എവിടെ പോയിട്ടൊരു കാര്യമില്ല. പക്ഷെ അതേസമയം ഇവിടെ ചെയ്യുന്ന പൂജകൾക്ക് ഈ ദിവസങ്ങളിൽ വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ പൂജേൻ്റെ റെസീറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലാന്ന് അർത്ഥം. മനസ്സിലായോ? ഇനി പലർക്കും ഒരു സംശയം, പുതിയ സംശയം, ഇപ്പോഴും അതിൻ്റെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ ത്രികോണാകൃതി മാത്രം എങ്ങനെ ശ്രീചക്രമായി മാറും? അങ്ങനെ ഒരു തന്നെയല്ല. ശ്രീചക്രം വന്ന് ബാക്കി എവിടെ? അതിൻ്റെയും ഉണ്ട്, പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെ വെച്ചാൽ ഈ ഭാഗത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്ഥാനം ത്രികോണഭാവത്തിലാണ്. പൂർണ്ണമായ ഒരു ശ്രീചക്രഭാവം ഇവിടെയുണ്ട്. അത് ഏതുവരെ വ്യാപിച്ചു കിടക്കുന്നു വെച്ചാൽ പടിഞ്ഞാറ് കടല്, തെക്ക് ഗോവർദ്ധനപുരം, വടക്ക് രായിരമംഗലം, താനൂർ എന്ന് പറയും. താനൂരിനെ കുറച്ചുകൂടെ അപ്പുറത്ത് പൂരപ്പുഴയ്ക്കടുത്ത് വരെ, അപ്പുറത്ത് കിഴക്ക് ക്ലാരി, ഇത്രയും സ്ഥലത്ത് ഈ ശ്രീചക്രം വ്യാപിച്ച് കിടക്കുകയാണ്. അതിലെ മധ്യഭാഗത്തെ സംഭവം മാത്രമാണിത്. അപ്പൊ നോക്കും, അപ്പൊ പിന്നുള്ള പഠനം എങ്ങനെയാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാ വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഈ ശ്രീചക്ര ഭാഗവത്ത് മുഴുവൻ ദേവതാ സ്ഥാനങ്ങൾ വേണം. അങ്ങനെയുള്ള പറയാം. ഓരോ ശ്രീചക്രത്തിന്റെ കീഴിലും ദേവതാ സ്ഥാനമുണ്ട്. അത് പരിശോധിച്ചപ്പോൾ ഭാരതപ്പുഴയുടെ തെക്ക് ഭാഗത്ത് മാത്രം 72 ദേവതാ സ്ഥാനങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുവരെ പുറത്തേക്ക് വിട്ടില്ല. അപ്പം ഇന്ന് പോലാണ് പലരോടും ഞാൻ പറയുന്നത്. ഭാരതപ്പുഴയുടെ വടക്ക് ഭാഗത്ത്, തെക്ക് ഭാഗത്തേക്ക് ഞാൻ എത്തിയില്ല. അതിന് ഇനി എത്ര സമയം പിടിക്കുന്ന അറിയാം. ഒരുപാട് 28 നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അതെല്ലാം മൂകാംബികയാണ്. മൂകാംബിക ക്ഷേത്രങ്ങളാണ്. തണ്ണീർ ഭഗവതി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക. അതിശക്തമായ, ഇപ്പം മതാമൃതാനന്ദമയുടെ താനൂർ മഠം നിൽക്കുന്നത് ഒരു തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിന്റെ അങ്കണത്തിലാണ്. അതിന്റെ ഒരു പ്രസക്തി ഇപ്പോൾ ഞാൻ 1-ാം തീയതി പറയുള്ളൂ. അമ്മ പോലും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോന്ന് സംശയമാണ്. കാരണം ഈ ഒരു പഠനത്തിനെ കുറിച്ച് അമ്മോട് ഞാൻ പറയാത്തത് കൊണ്ട്. പക്ഷെ അമ്മയ്ക്ക് അതൊരു വലിയൊരു കുറച്ചും കൂടെ ഒരു വലിയൊരു ഇതായിരിക്കും മാറും ഞാനത് പറയുമ്പോൾ. 1-ാം തീയതി ആമുഖ ഭാഷണം നടത്തുമ്പോൾ മാത്രമേ ഞാനത് പുറത്തേക്ക് വിടുള്ളൂ എന്ന് വിചാരിച്ചിരിക്കും. കാരണം ഞാൻ പറയുന്നതൊക്കെ വേറെ ആൾക്കാർ അവരുടേതായി വ്യാഖ്യാനിച്ചു പോകും. ഇപ്പൊ ഈ പറഞ്ഞ മണ്ഡലേശ്വർ പറഞ്ഞ മുഴുവൻ എൻ്റെ പുസ്തകത്തിലേക്കാണ്. അതേ ഏറ്റവും രസം. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റിയിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഈ 72 സ്ഥാനങ്ങളിൽ 28 നമ്മൾ തിരിച്ചറിയും മൂകാംബികയുമായി ബന്ധപ്പെട്ട്. അത് വെട്ടത്തെ നാടുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ ഭാരതപ്പുഴയുടെ ഈ ശ്രീചക്രഭാവം ഒരു അസാമാന്യ സ്ഥലമാണല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? അവിടെ അതിൻ്റെതായ വൈഭവമുണ്ട്. കേരളത്തിലെ ഏക സാംസ്കാരിക നാട് ഇവിടെയാണ്. വെട്ടത്തെ നാട് എന്ന അതിൻ്റെ പേര്. വെളിച്ചത്തിൻ്റെ നാട്, വിജ്ഞാനത്തിൻ്റെ നാട്, അജ്ഞാനത്തിൻ്റെ അന്ധകാരമില്ലാത്ത വിജ്ഞാനികളുടെ നാട് ഇവിടെയാണ്. കേരളത്തിൽ ജീവിച്ചിരുന്ന 48 പണ്ഡിതന്മാരിൽ 38 പണ്ഡിതന്മാരുടെ ജന്മഭൂമിയും കർമ്മഭൂമിയാണിത്. ഗണിതം ഉൾപ്പെടെയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളീയ ഗണിതത്തിനൊക്കെ ഇവിടെ കൊടുത്ത സംഭാവന വളരെ വലുതാണ്. ഗണിത ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അത് ഈ ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇന്നത്തെ കമ്പ്യൂട്ടറിൻ്റെ കീഴ്ബോർഡ് കണ്ടെത്താനുള്ള അടിസ്ഥാന ഘടകങ്ങൾ കണ്ടെത്തിയത് ഇവിടെ ഉപയോഗിച്ചിരുന്ന കലി ദിനത്തിലാണ്. നാരായണീയത്തെ ജനിച്ച ദിവസം എന്നാണ് അവസാനത്തെ ആ പര്യന്ത അതിൽ ഉണ്ടല്ലോ നാരായണീയത്തിന്റെ ഏറ്റവും അവസാനം ഏറ്റവും അവസാനം അത് അവസാനിപ്പിക്കണം.
അവസാനം ഈ ഏറ്റവും അവസാനത്തെ ഒരു വഴിയുണ്ട്, അത് കലിദിനമാണ്. അത് എൻ്റെ ഓർമ്മയിൽ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അറിയാതെ ആയുരാരോഗ്യ സൗഖ്യം, അതൊരു ഗണിതമാണ്. അത് വെച്ചിട്ടാണ് ഈ പിന്നെ കമ്പ്യൂട്ടറിൽ കണ്ടെത്തി എന്ന് എവിടുന്നാണ് പറയുന്നത്? വാഷിങ്ടണിൽ നിന്നാണ്. ഒരു വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഡോക്ടർ വിജയലക്ഷ്മി എന്ന ഒരു സ്ത്രീ 3 ദിവസം എൻ്റെ ഒപ്പമായിരുന്നു. എന്താ ഇവിടെ വെട്ടത്തനാട്ടിൽ ജീവിച്ചിരുന്ന അവരുടെ കലിദീനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അവരുടെ സ്ഥലം കണ്ടെത്താൻ വേണ്ടിയാണ്. അവരിടുന്ന നമുക്ക് വിവരം കിട്ടും, നമുക്ക് അതിൻ്റെ ഇതൊന്നും അറിയില്ല. ഗണിതശാസ്ത്ര പണ്ഡിതന്മാരുടെ അതിൻ്റെ നിരീക്ഷണശാല കിണറൊക്കെ ഇവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. വേറെ എന്താ, തുഞ്ചത്തെഴുത്തച്ഛൻ മുതൽ അനവധി ആളുകൾ നമ്മളിവിടെ ജീവിച്ചു. അപ്പം അങ്ങനെ ഒരു പുണ്യ പ്രദേശത്താണ് നിങ്ങൾക്ക് എത്താൻ സാധിച്ചത്. ഒരിക്കലും ഇത് ഒരു വെറുതെ ഉള്ള ഒരു കാര്യമല്ല, നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ്. പക്ഷേ ഇതൊരു കേരളത്തിൽ കുംഭമേള എന്ന പേരിൽ വരുന്നു. പക്ഷെ ഇത് ഭാരതപ്പുഴയുടെ ഉത്സവമാണ്. നമ്മളിവിടെ സ്നാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഈ മാഘമാസത്തിലെ മകം വരെ, അതായത് ഫെബ്രുവരി 3 വരെ. തുടക്കങ്ങളോടൊക്കെ ഒന്ന് പറയാനൊക്കെ കഴിഞ്ഞ വലിയ സന്തോഷം.